ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന 2 സ്നാക്ക് റെസിപ്പീസ് ആണ്, 2 ചായ പലഹാരങ്ങളാണ്. ആദ്യം കൊഴുക്കട്ടയാണ്, അതിനുശേഷം പിന്നെ ഒരു ഉള്ളിവടയാണ്. സോ ഇത് രണ്ടും ഒന്ന് ഞാനും ഒന്ന് അർജുനും ആയിരിക്കും ചെയ്യുന്നത്. സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. നമുക്ക് എങ്ങനെ ഫില്ലിംഗ് തയ്യാറാക്കണ്ടേന്ന് നോക്കാം. 2 ഉണ്ട ശർക്കര പാനിയാക്കിയിട്ട് 1 മുറി തേങ്ങ, ശർക്കര പാനി, ഏലക്കയും ചേർത്ത് നമുക്ക് കോഴിക്കോട്ടയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ശർക്കര ഉണ്ട മീഡിയം സൈസ്ഡ് മതി. 2 കപ്പ് അരിപ്പൊടിയും ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ടാണ് മിക്സ് ചെയ്തെങ്കിൽ നല്ല രീതിയിലായിരിക്കും കോഴിക്കോട്ട ഇരിക്കുന്നത്. ബോളിൻ്റെ ഷേപ്പിലാക്കി അതിൻ്റെ അകത്ത് ഫില്ലിംഗ് നിറച്ചിട്ട് ആവിയിൽ വെക്കുക. അപ്പം നമ്മുടെ കോഴിക്കോട്ട സെറ്റ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, കോഴിക്കോട്ട അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യണം. അടുത്ത് എന്താ ഉണ്ടാക്കണ്ടേന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഗായ്സ്. സോ ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. അതിന് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ സവോള, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും ആവശ്യമാണ്. മുമ്പ് പറഞ്ഞ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആ സവോളയുടെ ജ്യൂസൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയാൽ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടും ആ ടേസ്റ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഇറങ്ങുള്ളൂ. സോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം സവോളയിൽ ആക്ച്വലി അതിന് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബജാജിൻ്റെ നിർലേ ഡീപ് ഫ്രൈ പാൻ ആണ്. ഇതൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് ആമസോണിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. സോ ഇനി നമുക്ക് വറുത്തെടുക്കാം. പാൻ ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിവട നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം സിമ്മിലിടാനായിട്ട് മറന്നു പോകരുത്. എന്നിട്ട് വേണം നിങ്ങൾ പ്രോപ്പർലി ഫ്രൈ ചെയ്തെടുക്കാൻ. സോ ഉള്ളിവടയെല്ലാം പെർഫെക്റ്റ്ലി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് മറച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിവട റെഡിയായിരിക്കുകയാണ്. അകത്തൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് ഉള്ളിവട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ 2 ഡിഷും ഉള്ളിവടയും അതേപോലെ കൊഴുക്കട്ടയും എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. സോ നമ്മുടെ ഈ ഒരു കുക്കിംഗ് വ്ലോഗും ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്ന് ഉണ്ടാക്കിയ 2 റെസിപ്പീസിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ 2 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. സോ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ അശ്വിൻ സൈജു സൈനിങ് ഓഫ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബൈ.